ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ തോലെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി അത് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതാ 3 വലിയ സൈസിലുള്ള സവാള, വലിയതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മീഡിയം സൈസിലുള്ള 2 തക്കാളി കൂടി പോവേണ്ട 2 മാത്രം മതി. ഞാനിപ്പോൾ 2 കിലോ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കറി കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതാ 2 ഉണ്ട മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 വലിയ പീസ് ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി അത്യാവശ്യം കൂടുതൽ തന്നെ എടുക്കുക, ചെറുള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി കൂടുതലായിട്ട് തന്നെ എടുക്കുക. ഇനി നമുക്ക് എടുത്ത് വെച്ച ഉള്ളിയും തക്കാളിയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയും കൂടെ ഉണ്ടല്ലോ, അതൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കട്ടെ. ഓവർ പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടില്ല. ബീഫൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വേവ് ഉണ്ടാവും. അപ്പോൾ കുക്കറിലാകുമ്പോൾ ഒരു 7-8 വിസിലടിച്ചാൽ തന്നെ കറി റെഡി ആയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ ആ കുക്കർ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 3-4 ഏലക്കായ, 4 വലിയ പീസ് പട്ട, കുറച്ച് ഗ്രാമ്പൂ, ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ, ഫെനൽ സീഡ് ഉണ്ടല്ലോ വലിയ ജീരകം, അതും കൂടെ ചേർത്ത് കൊടുത്ത് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കാനായി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും വരും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക, ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഇനി അത് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും, പിന്നെ നമുക്ക് എടുത്ത് വെച്ച ആ ഉള്ളി ഉണ്ടല്ലോ 3 വലിയ ഉള്ളി, അത് നേരിയതാക്കിയിട്ട് കട്ടാക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ടി റെഡി ആക്കി കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ, നല്ലതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഇതാ സമയം കൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും മിക്സിയുടെ ഓവർ പേസ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അത് ചതച്ചെടുത്ത് മിക്സിയുടെ ജാറാണ്, അപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഉള്ളി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറുള്ളിയുടെയും ഒക്കെ പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും കേട്ടോ, അതുകൊണ്ട് ഫ്ലെയിം ലോയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ അതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിട്ടെടുക്കട്ടെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 2 കിലോ ബീഫ് വെച്ചിട്ടാണ് കറി റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളോട് എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്താം. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ച തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല കട്ടിയുണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി റെഡിയൊക്കെ ആണല്ലോ അത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രേവി വേണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടല്ലോ ഗ്രേവി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടല്ലോ ഈ ഒരു സൈസിലുള്ള പീസാണ് ആക്കേണ്ടത്. ഇതിൽ നല്ലതുപോലെ തന്നെ എല്ലും പാടയൊക്കെ ഉണ്ട് കേട്ടോ. നെയ്യും ഒക്കെ ഉള്ള ബീഫാണ്. ഈ മീറ്റ് മാത്രമായിട്ടുള്ളത് എടുക്കരുത്, ഈ രീതിയിലുള്ളത് എടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ആ ഗ്രേവി നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് കുറച്ച് ടൈമൊക്കെ ഒന്ന് കൊട്ടയിലിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ബീഫിൻ്റെ വെള്ളം നന്നായിട്ട് തന്നെ പോയതിന് ശേഷമാണ് കറി റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മസാല ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 കിലോ ബീഫ് ഞാനിപ്പോൾ എടുത്ത കുക്കറിൽ നിറയെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് വെന്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചുരുങ്ങുമല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്കായി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് നമുക്കത് അടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു 6-7 അല്ലെങ്കിൽ 8 വിസിൽ വരെ അടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ബീഫ് വെന്തിട്ടുണ്ടാകും. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 8 വിസിലടിച്ച് വിസിൽ വരുന്നത് വരെ ഓണാക്കി അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ആ ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. കുക്കറിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടല്ലോ. അപ്പോൾ ബീഫ് കറിയുടെ ഒരു കോമ്പിനേഷനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ബീഫ് കറി. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.